கேமரா ஆஃப் பண்ணுங்க. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലാണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്, ഞാൻ ചെറിയൊരു വീക്കെൻഡ് റൈഡിന് ഇറങ്ങിയതാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര മേഘമലയിലേക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു കസിനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറച്ചും കൂടെ മുമ്പോട്ട് ചെന്നിട്ട് എവിടെയെങ്കിലും നിർത്തണം. സമയം ഏകദേശം 8:20. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് കാണുമായിരിക്കും. നമ്മൾ വാഗമൺ എത്തി. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മേഘമലയാണ്. അപ്പോൾ ഇവിടെ നിർത്തുന്നില്ല. സമയം ഏകദേശം 8:30. 11-11:30 ആകും മേഘമല എത്തുമ്പോഴത്തേക്ക്. ഇവിടുന്ന് തന്നെ 3 മണിക്കൂർ 15 മിനിറ്റ് കാണിക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ. ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. മേഘമല ചെല്ലുമ്പോഴും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴി കൂടെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏലപ്പാറ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് പോകുന്നത് നേരെ ഉപ്പുതറയ്ക്കാണ്. ഉപ്പുതറ വഴി കുമളി റോഡിലോട്ടോ മറ്റോ കൊണ്ട് കയറും. റോഡ് കുഴപ്പമില്ല കേട്ടോ, നല്ല റോഡാണ്. അതെല്ലാമോ ഊടുവഴികളിൽ കൂടെ കയറി നമ്മൾ ഒടുവിൽ ഹൈവേയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് മലയോര ഹൈവേ. നമുക്ക് ഇവിടുന്ന് 103 കിലോമീറ്ററാണ് ഇനി മേഘമലയ്ക്കുള്ളത്. അപ്പോൾ മേഘമല പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാപ്പ് ഇടുമ്പോഴത്തേക്ക് മേഘമല എന്നിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് തെറ്റായിട്ടുള്ളൊരു ലൊക്കേഷൻ ആയിരിക്കും കിട്ടുന്നത്. അത് വേറെ എവിടെയൊക്കെ അങ്ങോട്ട് വെച്ച് കയറുന്നത്. ഹൈവേസ് ഡാം മേഘമല എന്ന ലൊക്കേഷൻ ഇട്ടാൽ മതി. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് വേണമെങ്കിൽ ഒരു മിനി ഗ്യാപ്പ് റോഡ് എന്നൊക്കെ വിളിക്കാം. തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഇടയ്ക്കൂടെയാണ് ഈ റോഡ് പോകുന്നത്. ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. പെരിയാറാന്ന് തോന്നുന്നു ഈ ഒഴുകുന്നത്. പെരിയാറാണോ പെരിയാറിൻ്റെ കൈവഴിയാണോ എന്നറിയത്തില്ല. കമ്പംമെട്ട് വഴി ഇറങ്ങിപ്പോണെന്ന് വിചാരിച്ച് ഞാൻ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് കുമളിയിൽ വന്ന് കയറി. ഇതിനായിരുന്നേ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഈ വഴി തന്നെ പോവാണ്. ഇവിടെ നേരെ ഇപ്പോൾ ബോർഡർ കയറി നേരെ തമിഴ്നാട്ടിൽ കയറും. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് കമ്പംമെട്ട് കയറി വരാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. നമുക്കിനി 74 കിലോമീറ്ററാണ് മേഘമലയ്ക്ക് ഇവിടെ നിന്നുള്ളത്. ഈ ഹെയർപിന്നൊക്കെ ഇറങ്ങി നേരെ നമ്മൾ കമ്പത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം നമ്മൾ ചിന്നമന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഡീവിയേഷൻ എടുക്കും. ഇപ്പോൾ ശബരിമല സീസൺ കഴിഞ്ഞുകൊണ്ട് റോഡൊക്കെ അത്യാവശ്യം ഫ്രീ ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് നല്ല തിരക്കായിരുന്നു. ഇതൊരു ചെറിയൊരു കാർഡ് സെക്ഷനാണ്, പക്ഷേ നല്ല രസമുണ്ട് ഇതിലെ വണ്ടി ഓടിക്കാൻ. അധികം വലിയ ഹെയർ പിൻ ബെൻഡുകളൊന്നുമല്ല, ആനയൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയയാണിത്. ഇവിടുന്ന് കുറച്ചും കൂടെ ചെല്ലുമ്പോഴത്തേക്ക് കമ്പത്തിൻ്റെ ഒരു വ്യൂ കിട്ടുന്നൊരു സ്പോട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നൊരു ടണലും അതിൻ്റെ വ്യൂ ഒക്കെ ആയിട്ടൊരു സ്ഥലം. ഓ, ഇതാണ് കേട്ടോ ആ ഒരു പെൻസ്റ്റോക്ക് പൈപ്പ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ലോവർ ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഏകദേശം 67 കിലോമീറ്ററാണ് നമുക്ക് മേഘമലയ്ക്കുള്ളത്. കുറച്ച് നേരം ഈ ഹൈവേ ആണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ചിന്നമന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഡീവിയേഷൻ എടുക്കും. ഈ ഒരു റൂട്ടിൽ ഇഷ്ടംപോലെ മുന്തിരിത്തോപ്പുകൾ കാണാൻ കഴിയും. അപ്പോൾ അടുത്തൊരു 24 കിലോമീറ്റർ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഹൈവേ കൂടെ ഇങ്ങനെ പോകും. 2 ലൈൻ ഹൈവേ ആണ്, പക്ഷേ റോഡൊക്കെ നല്ല കണ്ടീഷനിലാണ്. നമ്മൾ ചിന്നമന്നൂർ എന്ന് പറയുന്ന സ്ഥലം എത്തി. ഇങ്ങനെ ഒരു ഇൻ്റർസെക്ഷൻ വരും. ഇവിടെ വന്നിട്ട് നമ്മൾ റൈറ്റ് എടുക്കും. ഇതൊരു ജംഗ്ഷൻ വരും. എനിക്കൊന്ന് അതായിരിക്കണം ചിന്നമന്നൂർ ജംഗ്ഷൻ. അവിടുന്ന് വീണ്ടും എനിക്കൊന്ന് റൈറ്റ് ആണെന്നാണ് തോന്നുന്നത്. ഇവിടുന്ന് 35 കിലോമീറ്ററാണ് ഇനി മേഘമലയ്ക്കുള്ളത്. ഇതാണ് ചിന്നമന്നൂർ. നമ്മൾ മേഘമലയ്ക്കുള്ള റൂട്ടിലോട്ട് കയറി. റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. അങ്ങ് ദൂരെ നമുക്ക് നമ്മൾ കയറാൻ പോകുന്ന ആ മല കാണാൻ കഴിയാം. ഇവിടുന്ന് ഇത് സ്ട്രെയിറ്റ് റോഡാണ്. ഇതാ ചെല്ലുന്ന മലയുടെ അടിവാരത്തേക്കാണ്. അവിടുന്ന് പിന്നെ ഹെയർ പിൻ ബെൻഡൊക്കെ കയറി നമ്മൾ നേരെ മേലോട്ട് ചെല്ലും. മേഘമല 25 കിലോമീറ്റർ. ആ കാണുന്ന മലയാണ് നമുക്ക് കയറേണ്ടത്. ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വഴിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വീക്കെൻഡിൻ്റെ അറിയാനുണ്ട്. கேமரா ஆஃப் பண்ணுங்க.
ഇവിടെ ചെക്ക് പോസ്റ്റ് നമ്മുടെ വണ്ടികളുടെ നമ്പറൊക്കെ കൊടുക്കണം. എന്നിട്ട് അവർ ടോക്കൺ നമ്പർ തരും. എന്നിട്ട് ആ നമ്പർ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും അവിടെ പറഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. വരുന്നവരൊക്കെ മാക്സിമം കയ്യിൽ പ്ലാസ്റ്റിക് ഒന്നും കരുതാതിരിക്കുക. പ്ലാസ്റ്റിക് ബോട്ടിൽസ്, കവറുകളൊക്കെ. രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ ഉള്ളൂ പുറത്തുനിന്നുള്ളവർക്കുള്ള പ്രവേശനം. 18 ഹെയർ പിൻ ബെൻസ് ഉണ്ട്. റോഡൊക്കെ ടാർ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതും പയ്യെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ 2ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. അന്ന് വന്നതിൽ നിന്ന് തന്നെ ഒരു വ്യത്യാസം ഇപ്പോഴേ കാണാൻ കഴിയുന്നുണ്ട്. ആന ഇറങ്ങുന്ന വഴിയാണ് ഇത്. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിന്റെ ഒരു ബാക്ക് സൈഡായിട്ട് വരും. അതിന്റെ ഒരു ബാക്കിയാണ് ഇങ്ങോട്ട്. ഇവിടെ മുതൽ ആ തേയിലത്തോട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇത് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. കുറച്ച് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഡാമുണ്ട്. അതിനുശേഷമാണ് എനിക്കിന്ന് മേഘമല ലേക്കൊക്കെ വരുന്നത്. പിന്നെ ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണ് മഹാരാജാമേട്ട്. അപ്പം അങ്ങോട്ടുള്ള റോഡൊക്കെ ടാർ ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടത്. നമുക്ക് നമ്മുടെ വണ്ടി അവിടം വരെ കൊണ്ടുപോകാം. ഇത്തവണ എന്തായാലും ഡാമിൽ അത്യാവശ്യം വെള്ളമുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഡാമിൻ്റെ റിസർവോയറാണ്. ഡാമിലേക്ക് ഇനി അടുത്ത 600 മീറ്ററേ ഉള്ളൂ. ഹൈവേസ് ഡാം കയറാൻ പറ്റത്തില്ല. ഇതാണ് ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ. ഡാമിന് ഷട്ടർ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓവർഫ്ലോ ആകുമ്പോഴത്തേക്ക് അതിലെ വെള്ളം ഒഴുകി പോകുമെന്ന് തോന്നുന്നു. ആ കാണുന്നതാണ് ഇവിടുത്തെ ലേക്ക്. ഇത് അത്യാവശ്യം നല്ലൊരു വ്യൂ ആയിരുന്നു. ഇനി അടുത്തത് മഹാരാജാമേട്ടിലോട്ട് പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ കാണും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഈ ഒരു ലേക്ക് ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് കാണാൻ. ക്ലിയർ സ്കൈ ആയതുകൊണ്ട് ഒരു നീല നിറത്തിലാണ് റിഫ്ലക്റ്റ് അടിക്കുന്നത്. ഇവിടെ ഒരു ഡാമൊക്കെ ഉണ്ട്. മണലാർ ഡാം എന്ന മറ്റാണ് പേര്.
നമ്മൾ മഹാരാജാപുരൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ഇവിടെ നേരെ റിട്ടേൺ അടിക്കുകയാണ്. തെളിഞ്ഞൊരു കാലാവസ്ഥയാണെങ്കിലും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. നമ്മൾ ചെറിയൊരു കോടയൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ്. തിരിച്ചു താഴെ വീണ്ടും ആ ചെക്ക് പോസ്റ്റിലെത്തി. സമയം ഏകദേശം 4 മണിയായി. നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ റൈഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും പുതിയ റൈഡ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.